ഇപ്പം വിചാരിച്ചു വേണുസാറൊക്കെ വരുന്ന ഒരു വേദിയിൽ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുക, പൗലോ വരുന്ന വേദിയിൽ പൗലോന്റെ അടുത്ത് നിൽക്കാൻ പറ്റുക. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ബ്രാൻഡ് സ്വാമിയുടെയും പൗലോന്റെയും തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് വലിയ കഴിവുകളൊന്നുമില്ല, മറ്റുള്ളവരുടെ കഴിവിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളൊക്കെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ അതായത് നമ്മൾ ഈ ചെറിയ വീടിൻ്റെ അടുത്തേക്കുള്ള ഞങ്ങൾ ഈ മണി പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതൊക്കെ മണി പ്ലാന്റുകളൊക്കെ വളരുന്നത് മറ്റ് മരങ്ങളുടെ ഒക്കെ മേത്ത് കൂടെ ഒക്കെ കയറിയിട്ടായിരിക്കും നോക്കണ്ടാവും. മരങ്ങളുടെ മുകളിൽ കൂടെ കയറുന്ന മണി പ്ലാന്റുകൾ കുറച്ചുകൂടി വണ്ണം വെച്ച് കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 44 സ്ഥാപനമായി കേരളത്തിലെ ഐഫയ്ക്ക്. ഇത് ഭയങ്കര സംഭവം തന്നെ. ഞാൻ 20 കൊല്ലമായിട്ട് ഈ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങളൊന്നുമില്ല. ബ്രാൻഡ് സ്വാമി 1-2 സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പറയാം. എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ കൊണ്ടുവന്ന് കൊടുന്നതാണ്. ഞാൻ ഭയങ്കര അക്കാദമിക് നോളജ് ഇല്ല എന്ന് ആദ്യം പറഞ്ഞു. അക്കാദമിക് നോളജ് ഒന്നുമില്ല. ഞാനൊരു 7ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം നിർത്തിയ ഒരാളാണ്. അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിച്ചു വരുമ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ സ്റ്റേജിൽ കയറാനോ അല്ലെങ്കിൽ ഒരു സ്പോർട്സിലോ ഇവിടുന്ന് അതുവരെയുള്ള ഒരു ഫുട്ബോൾ മാച്ചിന് ഓടിക്കഴിഞ്ഞാൽ ഞാൻ കിതക്കിയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വേദിയിൽ കയറിയാൽ തന്നെ അപ്പം തന്നെ തള്ളിയിട്ട് വീഴും. അതായത് വെറുതെ വേദി ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ തന്നെ തള്ളിയിട്ട് വീഴും. വേറെ പെർഫോമൻസ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഓരോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാണിച്ചു കൊടുക്കുന്ന പരാക്രമണമാണ് ഈ സോഷ്യൽ മീഡിയയിൽ. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം അത്രയൊക്കെ തന്നെ ഫോളോവേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും എന്തൊരു മണ്ടത്തരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല ബിസിനസ്സുകാരനെ എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും എന്ത് മണ്ടത്തരൊക്കെ, നീ ഒരു ബിസിനസ്സുകാരനല്ലേ, എന്താ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത്, മറ്റേ കടപ്പുറത്ത് പോയിട്ട് കള്ളി കൊണ്ടെടുത്തിട്ട് നടക്കുക എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ എന്താ ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡ് സ്വാമി എനിക്ക് എന്നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യണ തന്നെ ചെയ്യുക, നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ കുറേ ആളുകൾക്ക് പറ്റും. സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾ വളരട്ടെ എന്നാണ്. അപ്പോൾ എനിക്ക് പറയണ, ഇപ്പോൾ ഇവിടെ നിന്ന് പലരും പറഞ്ഞ പോലെ, എനിക്ക് ഈ തള്ളുക എന്ന് പറയില്ല നേരത്തെ ഒരു കാര്യം, ഈ തള്ളുക എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം വിവരം വേണം, അത്യാവശ്യം നമ്മൾ അച്ചീവ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ കുറച്ച് സ്റ്റോറിൻ്റെ എണ്ണം പറഞ്ഞില്ലേ, അപ്പോൾ അച്ചീവ് ഇല്ല. ഇതൊരു ടീം ബിൽഡിങ് തന്നെയാണ്. ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയ മുതൽ എൻ്റെ അടുത്ത് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ കേട്ട പോലെ തന്നെയുള്ളൂ. പിന്നെ ഇംഗ്ലീഷിലെ നോളജ്, പൗലോ പറഞ്ഞത് മുഴുവൻ ഞാൻ ആൽബർട്ടിനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ് മേടിച്ചിരുന്നത്. പലതും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ ടിൻ മൈൻഡ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ സംസാരം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വലിയ ട്രെയിനിങ്ങുകൾക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂരൊക്കെ സക്സസ് ഞാൻ നടത്തുന്ന പ്രോഗ്രാമിനൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റർ വെച്ച് പോയിട്ടുണ്ട്. 5000 രൂപ കൊടുക്കണം അവർക്ക്. അപ്പോൾ ആ റേഡിയോ വന്നിട്ട് നമ്മുടെ അടുത്തിരിക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ കണ്ടന്റ് എഴുതി തരും. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. കോഴ്സിന്റെ ഫീ 5400. നമ്മുടെ കൂടെ വരുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞ ആൾക്ക് 5000 രൂപ കൊടുക്കണം. നല്ല രസമാണ് അവരൊക്കെ. അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഫർണിച്ചർ വിൽക്കുന്ന കേരളത്തിലുള്ള കുറേ ആളുകൾ, ഞാൻ വന്ന കഥ ഒന്ന് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ബോറടിക്കുമ്പോൾ എന്തെങ്കിലും ഇത് കൊട്ടിയാൽ മതി. കൈ തട്ടി അപ്പം നിർത്തും, ആരെങ്കിലും തട്ടുക. ഞാനൊരു 89-90 എനിക്കൊരു 9-10 വയസ്സുള്ളപ്പോഴാണ് ഫർണിച്ചർ ഇൻഡസ്ട്രിക്ക് വരുന്നത്. ഈ കസേര മുടയുന്നൊരു പരിപാടിയായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി അസുഖമുണ്ട്. അമ്മയ്ക്ക് അസുഖം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ക്ഷയരോഗം, അപ്പൻ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വലിക്കണം, നമ്മൾ പഴയ കസേര ഇങ്ങനെ മുടയുന്ന വലിച്ചെടുക്കണം. അപ്പോൾ ആ സമയങ്ങളിൽ ആ ജോലിയൊക്കെ ചെയ്തപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് ജോലി കിട്ടില്ല. ഈ റിപ്പയറിംഗ് ആണ് കൂടുതൽ ചെയ്യുക, ഫർണിച്ചറിൻ്റെ റിപ്പയറിംഗ്. 92 ഞാൻ പാടത്ത്, എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മരണത്തിന് പോയപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, അവരുടെ അപ്പൻ്റെ അമ്മ പറയായിരുന്നു അത്രേ, ഈ മോനെ തബീതയുടെ മോൻ കഷ്ടപ്പാടൊന്നും ദുഃഖ വെള്ളിയാഴ്ച പോലെ അവൻ പാടത്ത് ഇഷ്ടികപ്പണിക്ക് പോകുന്നു പറയും, 12 വയസ്സിൽ. അപ്പോൾ ആ സമയത്ത് അത് പറയുമ്പോൾ അത് പറഞ്ഞിട്ട് അവർ കരയായിരുന്നു, മരിക്കണ വരെ അതൊക്കെ ഓർക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ജീവിച്ചിരുന്ന ഒരു 2.5 സെന്റ് സ്ഥലത്ത് ഒരു ഓലവീട് വിത്ത് ചാണകം മെഴുകൽ, ആ പരിപാടികളൊക്കെ എല്ലാ കഥയിലുള്ള പോലെ തന്നെ. പക്ഷെ ആ കാലഘട്ടം 90-95 കാലഘട്ടമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ നമുക്കൊരു നമ്മൾ പറയില്ല, അങ്ങനെയൊക്കെ ജീവിച്ച ഒരു ദിവസം ഒരാൾ രക്ഷപ്പെടില്ലേ. രക്ഷപ്പെടാനുള്ളൊരു കഴിവ് എന്ന് വെച്ചാൽ അതില്ല. 92 ജോലി എടുക്കുന്നത് ഇഷ്ടികളത്തില്, 93 സ്റ്റേഷൻ കടയില്, 97 സ്റ്റേഷൻ കടയില്. സ്റ്റേഷൻ കടയിൽ വെച്ചാൽ അവിടെ സെയിൽസ്മാനുള്ള ആ ഒരു കഴിവൊന്നുമില്ല, സെയിൽസ്മാൻ ആവണമെന്നില്ല. അവിടെ ലോഡിങ് അല്ലെങ്കിൽ ക്ലീനിങ് ഇങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ. 2000-ലൊക്കെ നിങ്ങൾ വിചാരിക്കും അപ്പോൾ 20 വയസ്സായില്ല, അപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴും എനിക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം ഇങ്ങനെ കാർ മേടിക്കണം, വീട്ടിൽ പെങ്ങളെ കെട്ടിക്കണം, ഓലുള്ള വീട് വാർപ്പാക്കണമെന്നോ അല്ലെങ്കിൽ ഓടാക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്കുള്ളത്. ഈ ആസ്പെറ്റോസിന് ഇങ്ങനെ ചുളിവുള്ള കൊറിഗേറ്റഡ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ? ആ ഷീറ്റ് ഇട്ട വീടാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം 20 വയസ്സിലൊക്കെ.
ഞാൻ 21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഷീറ്റ് കൊറിയേറ്റഡ് ഷീറ്റ് വെച്ചു 2 പൈപ്പ് ഇട്ടാൽ മതി, അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. ഈ ഷീറ്റ് എന്താ പറയുക, ഈ ആസ്പെറ്റോസ് ഷീറ്റ് ഭയങ്കര പോയിസണിങ് ആട്ടോ, ഹാംഫുൾ എഫക്ട് ഭയങ്കര കൂടുതൽ, അതിൻ്റെ ഒന്നും കിടക്കാനേ പറ്റൂല. പിന്നെ ലക്ഷ്യം ഞാൻ നിറവേറ്റി. 2003 പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എനിക്കൊരു 27 വയസ്സ് 27 വയസ്സ് കല്യാണം കഴിഞ്ഞു. എന്നിട്ടും ജോലി അങ്ങനെ സ്റ്റേബിൾ ആണ്. 29 വയസ്സായിട്ടും എനിക്ക് ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റില്ല. 29 വയസ്സിൽ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, ഒരു ഫർണിച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചില നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. അവിടെ ഒരു ചെറിയ സെയിൽസ് മാനേജറൊക്കെ ആയി. 6,000 റുപ്പീസ് സാലറി, 29 years old. അപ്പൊ സ്കെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടണ്ടേ. ഞാൻ 92-ൽ 20 രൂപ ശമ്പളത്തിന് കയറി. 17 വർഷം കഴിഞ്ഞിട്ട് എന്റെ സാലറി 6,000 എത്തി നിൽക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ വൈഫിന്റെ അമ്മയോട് ചോദിച്ചു, എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു 10 സ്റ്റോറീസ്, നേരത്തെ പറഞ്ഞ നെറേറ്റീവ് കണ്ടന്റ് എനിക്ക് ഇങ്ങോട്ട് തന്നു. 10 ആളുകൾ പൊളിഞ്ഞത് എന്ന് വെച്ചാല് മോളുടെ സ്വർണ്ണ നിങ്ങൾ ഈ പണിക്കൊന്നും നീ പണിക്കൊന്നും നിൽക്കണ്ടെന്ന് തന്നെയാണ് അതിന്റെ വേറൊരു അർത്ഥം നമ്മൾ വായിക്കുക. നേരെ അത് പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പൊ ഞാൻ അതെടുത്തില്ല. രമേഷ് എന്തോ വിശേഷം, ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രമേഷിനെ 1 മണിക്കൂറോളം ഇന്റർവ്യൂ ചെയ്തു. എൻ്റെ അടുത്ത് കാശുണ്ട് എന്ന് അറിയാം. എൻ്റെ അടുത്ത് ദാരിദ്ര്യം എന്ന മൊത്തത്തിലുള്ള പാട്ടുണ്ടല്ലോ, അത് വീടും ചുറ്റുപാടൊക്കെ കണ്ടാൽ അറിയാം. നടപ്പ് എടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഇങ്ങനെ നേടിയിരിക്കും. അല്ലേ, എവിടെ നിങ്ങൾ മിണ്ടാതിരുന്ന പോലും ദരിദ്രവാസിയെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടുന്നാണ് എനിക്ക് പൈസ കിട്ടുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഡയറക്റ്റ് ആണോ, പിന്നെ ഇത് എങ്ങനെ കൊടുക്കണേ, എത്ര രൂപ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 10,000 രൂപ ശമ്പളം തരാന്ന് പറഞ്ഞു. ഞാനന്ന് 7,000 രൂപ സ്ഥാപനത്തിന്, എൻ്റെ ഒരു സ്ഥാപനമാണ്, ഒരു പാർട്ട്ണറുണ്ട്, 7,000 രൂപ ഞാൻ 10,000 രൂപ ഒറ്റയടിക്ക് കൊടുത്തു. അപ്പൊ അവൻ 1-2 ആൾക്കാരോട് വെച്ച് പറഞ്ഞു, 6 മാസം കിട്ടുള്ളൂ, പക്ഷെ 6 മാസം 60,000 രൂപ കിട്ടും, എന്നിട്ട് വേണമെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു. 2009 പുള്ളി ജോയിൻ ചെയ്ത് പുള്ളിനെ ഞാനൊരു പാർട്ട്ണറാക്കി ബിസിനസ് തുടങ്ങി. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നിങ്ങൾക്കറിയുന്നില്ല, നമ്മുടെ കൂടെ ഇരിക്കുന്ന കുറെ ആൾക്ക് അറിയാം. ഇന്നും രമേഷ് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളൊരു 44 സ്ഥാപനങ്ങളിൽ ഒരു 15-20 സ്ഥാപനത്തിൽ രമേഷും കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഐഫയുടെ CEO രമേഷാണ്. ബ്രാൻഡ് സമിതിയൊക്കെ അറിയാം. ഞങ്ങൾ ലാസ്റ്റ് 44ാമത്തെ സ്ഥാപനം ഇവിടെ കോഴിക്കോട് ഓപ്പൺ ചെയ്തു. അപ്പം എനിക്കൊരു ഐഡിയ ബ്രാൻഡ് സമിതി പറഞ്ഞു തന്നു. ഹൈലൈറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്, സക്സസ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചു. അപ്പോൾ ഹൈലൈറ്റ് എങ്ങനെയാ, ഇയാൾ കുറേ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കുറേ നല്ല സക്സസ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്, എങ്ങനെയാണ് നിൽക്കുന്നത്. അവര് എപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, സ്റ്റുഡിയോ നമ്മൾ മുന്നേ ഒരു ബ്രാൻഡാണ്, അത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ബ്രാഞ്ചുകൾ. മലബാർ ഗോൾഡ് 450-500ലേക്ക് കിടക്കുകയാണ് ബ്രാൻഡുകൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അത്ര വലിയ സ്കെയിലൊന്നുമില്ല, ചെറിയ ഫർണിച്ചറിന്റെ പരിപാടിയുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ മാസം 17-ാം തീയതി ഓപ്പണിംഗ് ആണ്. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഡിസ്പ്ലേ ഷോറൂം ഓപ്പൺ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ, അപ്പോൾ വെറുതെ ഓപ്പൺ ചെയ്യാൻ ആൾക്കാർക്ക് തോന്നാനും പാടില്ല, അതിൻ്റെ ഒപ്പം ഒരു ഡിസൈൻ സ്റ്റുഡിയോയും കൂടി ഓപ്പൺ ചെയ്തിട്ട് പോരാ, ഒരു കമ്പനി കൂടി ഓപ്പൺ ചെയ്യുന്നു. സത്യത്തിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം 2 കൊല്ലമായി. പക്ഷെ ഇപ്പൊ ഒന്ന് മുഖമൊക്കെ ഒന്ന് എനിക്ക് ഭംഗിയാക്കി. ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയിംലെസ്ലി കോപ്പി, കസ്റ്റമൈസ്, പേസ്റ്റ്, നേരെ പേസ്റ്റ് ചെയ്യരുത്. ആശ്രമീംസ് ആണ് നേരത്തെ പറഞ്ഞ സച്ചിനെ കൊടുത്തിട്ട് 5ാമത്തെ പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടതുകൊണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യരുത്. ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സച്ചിന് ബുക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ അത്ര പൈസ ഒന്നുമില്ല, അത് വേണമെങ്കിൽ വേൺസാർ ചെയ്തോട്ടെ, നമ്മളതിന് നിൽക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമ്മളിത് കസ്റ്റമൈസ് ചെയ്യണം. എന്ത് കേട്ടാലും ഷെയിംലെസ്ലി കോപ്പി, കസ്റ്റമൈസ്, പേസ്റ്റ്, നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ട് അതിനൊതുങ്ങുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോയിട്ടിടണം. ഇത് തന്നെയാണ് ടീം ബിൽഡിംഗ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, പണ്ട് എംപ്ലോയി ഉണ്ടാവും, എംപ്ലോയർ ഉണ്ടാവും, ഓണ്ടർപ്രണർ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. പൈസയൊന്നും മുടക്കാതെ നമ്മുടെ ജീവിതം കൊടുത്തിട്ട് പാർട്ണർഷിപ്പ് ആവാന്നുള്ളത്. അതിന് നമ്മൾ പറഞ്ഞുണ്ടാക്കിയൊരു പേരാണ്, നമ്മൾ പറഞ്ഞ് കേട്ടൊരു പേരാണ് ഇൻട്രാപ്രണർ. എംപ്ലോയി അല്ല, എന്റർപ്രണർ അല്ല, ഇൻട്രാപ്രണർ. ഈ കോൺസെപ്റ്റ് നല്ലതെന്ന് എനിക്കിങ്ങനെ മനസ്സിലായി. അങ്ങനെ ടീം ബിൽഡിംഗ് അടുത്ത പരിപാടി തുടങ്ങി. വരുന്ന ആളുകളൊക്കെ കഴിവുണ്ടോ കൈ കൊടുക്കും, പാർട്ണറായിരിക്കും, 5% തരാമെന്ന് പറയും. സ്ഥാപനം ഒരു 10-20 ലക്ഷം, ചെറിയ ഫർണിച്ചറിന്റെ കാര്യം തുറക്കാത്ത അത്ര ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ചെറിയ പൈസ മുടക്കിയാൽ മതി. മറ്റൊരു 50,000 1 ലക്ഷം ഒക്കെ തന്നാൽ മതി പാർട്ണർഷിപ്പ്. ഇതിൽ ഇപ്പോൾ ആര് വേണമെങ്കിൽ ഫർണിച്ചറിൽ പാർട്ണർ ആവാൻ 2-3 ലക്ഷം രൂപ കൂടെ തന്നാൽ മതി. ഞാൻ പാർട്ണർഷിപ്പ് കൊണ്ടുവരാം. എന്നിട്ട് പറയും 5% തരാമെന്ന് പറയും. ഇനി നമ്മള് കാശില്ലാത്ത കാലത്ത് നമ്മുടെ അടുത്ത് ഒറ്റ സാധനമുള്ളൂ, നമ്മുടെ അടുത്ത് സ്വപ്നം മാത്രമേ ഉള്ളൂ. ഈ സ്വപ്നം നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് വൃത്തിക്ക് വിൽക്കാൻ പഠിക്കുക. എടാ, ഈ സ്ഥാപനത്തിന് നമുക്ക് 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ഈ സ്ഥാപനം നല്ല ലാഭത്തിലാണ് പോണത്. നമ്മൾ ഡിപ്രിസിയേഷന് റിസർവ് ഇടണം. ഇതൊക്കെ കണക്ക് ഞാൻ എക്സ്പെർട്ട് ആട്ടോ. വിദ്യാഭ്യാസം നോക്കണ്ട നിങ്ങള്. ഡിപ്രിസിയേഷൻ ഇടണം, റിസർവ് ഇടണം, പ്രൊവിഷൻ ഇടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാഭം നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ ലാഭം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മള് ആ 3-4 മാസം അല്ലെങ്കിൽ 6 മാസം ഈ 3 സാധനം ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങുന്ന എല്ലാ സ്ഥാപനവും പ്രോഫിറ്റിലാവും. ആ പ്രോഫിറ്റ് കാണിച്ചു കൊടുക്കുക. പ്രോഫിറ്റ് കാണിച്ചു കൊടുത്ത് പച്ചയ്ക്ക് പറ്റിക്കുക. നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം.
അപ്പൊ ആ ഗ്രോത്ത് കണ്ടിട്ട് ഇവനങ്ങ് ഞെട്ടും. നമ്മൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും സാലറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ഥാപനം ഇങ്ങനെ ഗ്രോത്ത് ആക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സ്വപ്നങ്ങൾ ഇങ്ങനെ വൃത്തിക്ക് വിറ്റിട്ട് കുറച്ച് ഇത് നമ്മളിപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ ആവും. ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് വരും. അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മൾ ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞ് 50% ഇതിന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുത്ത് 50% ഷെയർ അങ്ങോട്ട് തരുമെന്ന് പറയും. ഇതൊക്കെ പറയല്ല, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ 35 ആള് ഇതേപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ നടത്താനും നമ്മളെ കൂടെ നിൽക്കാനും നമ്മുടെ ഒരു ഗ്രോത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ IPOക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്ത്യ മുഴുവൻ സ്റ്റോറുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഇന്ത്യ മുഴുവൻ സ്റ്റോറുകൾ വളരെ കൃത്യമായിട്ട് 10 വർഷം കഴിഞ്ഞാൽ ഐഫ എന്താവും എന്നുള്ളത് നമ്മളങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയണം. അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയോ എന്ന് ഞാൻ പേടിച്ചിട്ട് ആകെ സാധനങ്ങൾ പറയും. അപ്പൊ അത് പറയാന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട്. അതിന്റെ അറ്റം വരെ എത്തി ബ്രാൻഡ് സ്വാമി. ഇപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, അതാണ് ഞാൻ ലാസ്റ്റ് പറയുന്നവരങ്ങൾ ഇങ്ങനെ കൈയടിക്കാതെ നിർത്താതിരിക്കാനുള്ള ഒരു ഐഡിയ ഇട്ടതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആൽബർട്ട് ഇപ്പൊ പൊട്ടിക്കും അത് മാത്രം പറഞ്ഞില്ലേ നിങ്ങൾ. അപ്പൊ 1600 സ്റ്റോറ് ബോംബെയിലെ ടോയ്സിരണം, ഹിന്ദിയില് ഐഫാന്ന് എഴുതണം, ബംഗാളിലെ ഐഫാന്ന് എഴുതണം. അപ്പൊ ഐഫയുടെ ഡോറിന്റെ മുകളിലൊക്കെ ഞങ്ങളിപ്പോ എഴുത്ത് തുടങ്ങി. കർണാടകത്തിലും ഐഫേനെ ആരും അറിയില്ല, കേരളത്തിൽ തന്നെ അറിയില്ല. എന്നാലും നമ്മൾ കർണാടകത്തിലും തമിഴിലും ബംഗാളിലും അതുപോലെ തന്നെ ചൈനയിലില്ല. അപ്പൊ ഇങ്ങനെ കുറെ ഭാഷയിൽ ഡോറിന്റെ മുകളിൽ സ്വാഗതം എന്നൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ അറിയാതെ. എന്നിട്ട് ഇനി ഹിന്ദിയിൽ എങ്ങനെ ടാഗ് ലൈൻ ക്രിയേറ്റ് ചെയ്യണം, ഹിന്ദിയിൽ എങ്ങനെയായിരിക്കും ഐഫാന്ന് എഴുതിണ്ടാവുക. അപ്പോൾ നമ്മൾ സ്ഥാപനം തുറന്ന കാലത്ത് ആരോ ഒരു ബ്രാൻഡിങ് എക്സ്പെർട്ടിനോട് പറഞ്ഞു സ്കിന്ന് മൊത്തം ചേഞ്ച് ആക്കിയാൽ നല്ലതാണ്, ഒരേപോലത്തെ സ്കിന്നാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഷേംലെസ്ലി കോപ്പി പേസ്റ്റ് ചെയ്തു. സ്കിന്ന് നല്ലതാന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥാപനത്തിന്റെ സ്കിന്ന് നല്ലതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളൊരു വൈറ്റ് ഷീറ്റ് എടുത്തു, അടിച്ചു. അപ്പൊ എന്നോട് അടിച്ചു വരുന്ന ആൾ പറഞ്ഞു, അടിക്കണ ജിത്തോട്ട് പറഞ്ഞു, ഫൈസല ഞാൻ ഇങ്ങനെ വേറൊരു മോഡലുണ്ട്, ഷീറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്, ഞാൻ നിങ്ങോട്ട് വായെന്ന് പറഞ്ഞു, കൈ പിടിച്ചു. ഇതാണ് അജ്മൽ ബിസ്മി, ഇതിന്റെ ഷീറ്റ് ഇങ്ങനെയാണ് അവർ അടിച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ചളി വരും, നീ ഇത് നേരെ അടിക്കുക. അതിൽ വേറൊരു പട്ട ഇത് മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. 2 കാര്യമുണ്ട്. ഒന്ന് ACP ട്രേ മോഡൽ ചെയ്യണം, ഭയങ്കര കോസ്റ്റാണ് ട്രേ മോഡൽ ചെയ്യുമ്പോൾ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അറിയില്ല. ACP നേരെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് വേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കുറയും, പക്ഷെ അത് 1 വർഷം 2 വർഷം കഴിഞ്ഞതിൻ്റെ ഗ്യാപ്പ് കൂടെ വെള്ളം വീഴും. അപ്പോൾ ACP വേണ്ട, നമുക്ക് ഷീറ്റ് മതി. ഷീറ്റ് 33 രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഐഫോണിന്റെ സ്കിന്നൊക്കെ ഒരുപോലെ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എഴുതി. സ്റ്റുഡിയോയുടെ മുകളിൽ വേറെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ, മൈജിയുടെ മുകളിൽ നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടില്ല, ഓക്സിജന്റെ മുകളിൽ നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഐഫയുടെ മുകളിൽ ഐഫ് മാത്രം മതി. ഷേംലെസ്ലി കോപ്പി, കസ്റ്റമൈസ് പേസ്റ്റ്, ഐഫ മാത്രം മതി. ഒരു ദിവസം ഐഫ ഫർണിച്ചർ ആണെന്ന് അറിയും. നേരത്തെ പൗല എന്നോട് ചോദിച്ചു ഇതെന്താ ഈ ലോഗോ എന്തെങ്ങനെ ഐഫ ഇതെന്താ ഐഫ എന്താന്ന് ചോദിച്ചു എന്നോട്. പൗല ചോദിച്ചു. അപ്പൊ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ അതിനുള്ള മറുപടികൾ കൊടുത്തു, ബാക്കിയുള്ളത് കറക്റ്റ് ചെയ്തിട്ട് ബ്രാൻഡ് സ്വാമി പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ നമ്മൾ ബ്രാൻഡ് സ്വാമിനെ കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ജോലിക്കാക്കി പോലെയാണ് എനിക്ക് തോന്നുന്നത്, അല്ലാണ്ട് നമുക്ക് ചെയ്യുന്നില്ല. പൗലത് കേട്ടിട്ട് അടിപൊളി. ഇവിടെ ആകെ കൂടി പൗല ചോദിച്ചത് 1-2 ബ്രാൻഡ് അറിയാം. ഒന്ന് ബ്രാൻഡ് സ്വാമിയുടെ ഈ വേണമെങ്കിൽ ഇത് തന്നെ ഡോണ്ട് ടെൽ മീ എന്നുള്ള ബ്രാൻഡ് പോലും അറിയില്ല, പക്ഷെ ഐഫ അറിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ആൾക്കാർ നിങ്ങളുടെ ബ്രാൻഡ് ഇവിടെ പിന്നിട്ട് കുത്തിണ്ടാവും? കുത്തിണ്ടാവും. ഞാൻ കണ്ടത് ആ കുത്തിയ ആൾക്കാരോട് ഉണ്ടല്ലേ, ഓക്കെ. ഞാൻ അവിടെ ബാക്കിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ പോലെ കാണിച്ചിട്ട് അത് ഫോട്ടോ എടുത്തു, ആ കുട്ടിയുടെ തട്ടിട്ട കുട്ടിയുടെ. എന്നിട്ട് ഞാനത് എന്റെ ഇതുപോലെ ചെയ്യുന്ന ആൾക്ക് അയച്ചു കൊടുത്തു. ബച്ചൻ, കോഴിക്കോടുള്ളതാണ്. ബച്ചൻ, ഇതുപോലത്തെ സാധനം എനിക്ക് വേണം, ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് വെക്കണം. ഷേംലെസ്ലി കോപ്പി. ഇവിടെ നിങ്ങളെന്താ വിചാരിച്ചു ഇവിടുന്ന് ബ്രാൻഡ് സ്വാമിന് എടുത്ത് 10 ലക്ഷം കൊടുത്തിട്ട് നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്ന? അങ്ങനെ ചെയ്യണ്ട, നേരെ കൊടുക്കുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് മൊത്തം വീഡിയോ എടുത്തു, അത് മാത്രം ക്ലിക്ക് ചെയ്തു. ഞാൻ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ കാണിച്ചു തരാം. അത് ക്രോപ്പ് ചെയ്തു, റൗണ്ട് ചെയ്തു. എനിക്ക് ഇതുപോലത്തെ സാധനം വേണം, വൈകുന്നേരം 6 മണിക്ക് എനിക്ക് ആ സാധനം എൻ്റെ ഓഫീസിലെത്തും. അങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ടീം ബിൽഡിംഗ് ആണ്. പറയാൻ വന്നേരം ലാസ്റ്റും ആദ്യം പറയാൻ വന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആരൊക്കെ ചിരിച്ചുകൊണ്ട് 2 മിനിറ്റ് കൂടുതൽ എടുത്താണ്, സോറി വേണ്ട സാറേ, നിങ്ങളെ സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് ബ്രാൻഡ് സ്വാമി എന്നോട് പറഞ്ഞു, ബ്രാൻഡ് സ്വാമിയോട് ടീം ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇന്റേണൽ മാർക്കറ്റിംഗ് ഇതിന്റെ പവർ എന്താന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്റേണൽ ബ്രാൻഡിങ് ട്രെയിനിങ് ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പർപ്പസ് എന്താ, നമ്മുടെ വാല്യൂസ് എന്താ, നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താ, നമുക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ അറിയണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിത് അറിഞ്ഞപ്പോൾ ഇന്റേണൽ മാർക്കറ്റിംഗ് എന്താന്ന്
നമ്മൾ സ്ട്രെങ്ത് ഓഫ് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ വാല്യൂസ്, നമ്മുടെ കോർ വാല്യൂസ് എന്താണെന്നുള്ളത് നമ്മുടെ അടിച്ചു വരുന്ന ചേച്ചിക്ക് അറിയാം. ഐഫയുടെ കോർ വാല്യൂസ് എന്താണെന്ന്, കോർ പർപ്പസ് എന്താണെന്ന് ആ ചേച്ചിക്ക് അറിയാം. നമ്മുടെ ടാഗ് ലൈൻ എന്താണെന്ന് കറക്റ്റ് അറിയാം. നേരത്തെ പല ആളുകളും അവരുടെ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ, ഞാൻ ഫർണിച്ചർ ബിസിനസ് അറിയാതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത്ര പറഞ്ഞാൽ മതി. ഇനി ഞാൻ ഫർണിച്ചർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇന്റീരിയർ ചെയ്യുന്നുണ്ട്, പിന്നെ ഫർണിച്ചറിൽ ഞാൻ സോഫ ഉണ്ടാക്കുന്നുണ്ട്, കുറേ ഡീറ്റെയിൽ ഒന്നും പറയണ്ട. കുറേ കാര്യങ്ങൾ വ്യാസൻ മഹാഭാരതം പകുതി എഴുതി ബാക്കി വെച്ചതുകൊണ്ടാണ് MTK 2-ാം ഊഴം എഴുതാൻ പറ്റിയത്. അതിൽ മുഴുവൻ നരേറ്റീവും കൊടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 2-ാം ഊഴം എല്ലാവരും വായിച്ചിട്ട് ഏറ്റവും നല്ല കഥയായിട്ട് പുസ്തകമായിട്ട് ഇനിയിപ്പോൾ സിനിമയായിട്ടൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ കുറച്ച് ബാക്കി വെച്ചു, കുറച്ച് ആളുകൾ ചോദിക്കട്ടെ നമ്മളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു 30 സെക്കൻഡ് പ്രസന്റേഷൻ പഠിച്ചാൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മുഴുവൻ ഡീറ്റെയിലും പറയാനൊന്നും അതൊന്നും കേൾക്കാൻ ഇവിടെ ആരുമില്ല. അങ്ങനെ അതുകൊണ്ട് ഞാനും കുറേ ഡീറ്റെയിൽ പറയുന്നില്ല. എന്തായാലും ഈ ഒരു ഇത്ര വലിയൊരു വേദിയിൽ വേൺസാറും പൗലൊക്കെ വരുന്ന ഒരു വേദിയിൽ വേറെ വലിയ വലിയ ആളുകളൊക്കെ ഒന്ന് സംസാരിച്ചു വരും, 2 വാക്ക് പറയാം. എന്നെ വിളിച്ചു തരും, സജീവ് അലിയൊക്കെ ഉള്ള വേദിയിൽ വിളിച്ചിട്ട് നന്ദി ബ്രാൻഡ് സ്വാമി. നേരത്തെ പൗല ചോദിച്ച ചോദ്യം തന്നെയത്. ഇതാ ചോദ്യം ചോദിച്ചത്. ആക്ച്വലി എൻ്റെ പേര് ഫൈസൽ ചീരൻ എന്നാണ്. ഞാൻ ഈ പള്ളിയിൽ മധുവയിലൊക്കെ കയറിയിരുന്നു. ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വേണ്ടിയിട്ട് പള്ളിയിൽ പരിപണിക്കൊക്കെ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന മെയിൻ പ്രശ്നമായിരുന്നു ഫൈസൽ എന്നുള്ള പേരിലുള്ള ആളെ എങ്ങനെ മധുവായി കയറ്റുന്നുള്ളൂ. മധുവ വെച്ചാൽ മദ്ബഹ കേട്ടിട്ടില്ലേ, ഇങ്ങനെ അച്ഛൻ നിൽക്കുന്ന ആ സ്ഥലം, സ്റ്റേജ് പോലെ പള്ളിയിലുണ്ടാവും. അപ്പോൾ ഫൈസൽ എന്നുള്ള പേരിലിട്ട് എടുത്തിട്ട് ഇപ്പുറത്തിട്ടിട്ട് IFA എന്നാക്കിയതാണ്. അങ്ങനെ ഭയങ്കര ഇന്റലക്ച്വലായിട്ട് ചെയ്തൊന്നല്ല, പക്ഷെ ഇതൊരു സ്റ്റോറി പറയാനുണ്ട്, കൗതുകരമായ ഒരു സ്റ്റോറി പറയാന്നുള്ളതല്ല നമ്മളെ പരിപാടി. അപ്പോൾ ആ സ്റ്റോറി തന്നെ ആ ഫൈസൽ എടുത്തിട്ട് ഇപ്പുറത്തിട്ട് IFA എന്നാക്കിയതാണ് ഐഫ. പിന്നെ ഐഫ മാത്രം നിൽക്കണമെന്ന് കുറേ കാലമായിട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു. ഇപ്പം അത് സാധിച്ചു. വേറെ ഒന്നും ഇല്ലാതെ ഐഫ ഫർണിച്ചറോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട്. താങ്ക് യു. ഫൈസലിന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്യും. നമ്മള് പലരും ആലോചിക്കും ഈ കോപ്പി അടിച്ച് പിടിച്ചാൽ എന്താ പ്രശ്നം. അപ്പൊ കഴിയും 1 വർഷം കഴിഞ്ഞു. അപ്പൊ ഫൈസൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി അങ്ങോട്ട് നിന്നില്ല, ഇനി നിങ്ങളെ മീറ്റ് ചെയ്ത് എനിക്ക് പൈസ. അപ്പൊ നമ്മള് കോപ്പി അടിക്കാൻ പഠിക്കരുത്. ഈ നേരത്തെ പറഞ്ഞ സെലിബ്രേഷൻ ഉണ്ടല്ലോ, അതായത് എന്തിനേയും ആഘോഷിക്കാൻ ഫൈസലിന് അറിയാം. കഴിഞ്ഞ ദിവസം ബീച്ചിലൊരു പ്രോഗ്രാം നടന്നു, അവിടെ പാട്ട് പാടാൻ. അപ്പൊ പ്രോഗ്രാമിൽ പോയപ്പോൾ ആരുമില്ല. നമ്മളൊക്കെയാണെങ്കിൽ ഇൻഫ്ലുവൻസറൊക്കെ വിളിച്ചാണല്ലോ പോവുക. ബീച്ചിൽ ഉദ്ഘാടനം ഒരു മനുഷ്യനില്ല. അപ്പൊ പുള്ളി എന്ത്, ഞാനിത് ബാക്കിൽ നിന്ന് കണ്ട കഥയാണ്. പുള്ളി എന്തെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഈ ബീച്ച് പാട്ടുകാരല്ലേ, അയാളെ വിളിച്ചു വന്നിട്ട് പാട്ടും പാടിച്ച് ആളാക്കി ആഘോഷമാക്കി പരിപാടിയാക്കി. പക്ഷെ പുള്ളീനെ അവിടെ ഉപേക്ഷിച്ച് പോയില്ല. പിറ്റേന്ന് മേയറുടെ കൂടെ കോഴിക്കോട് ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പുള്ളീനെ കൂട്ടി. ഞാൻ ചെയ്തതല്ല, അവിടെ ആള് കുറെ ഉണ്ട്. പക്ഷെ ഐഫയുടെ ഒരു ലോഗോന്റെ ലോഞ്ചിനൊന്നും ഒരാളും വരില്ല എന്ന് നമുക്കറിയാലോ. അയാളുടെ അടുത്തൊരു മൈക്കുണ്ട്, പാട്ട് പാടുമ്പോൾ ഞാനും ഒരു അക്ഷരം എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ. പല കഴിവുകളില്ലാത്ത കൂട്ടത്തിൽ പാട്ട് പാടണമല്ലേ, പാട്ട് പാടാൻ ഞാൻ അയാളുടെ കൂടെ പാട്ട് പാടിയപ്പോൾ ആൾക്കാർ ഏതോ അപശബ്ദിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കി. അപ്പോൾ അയാളോട് വെച്ച് ഞാനൊരു 50,000 രൂപ എടുത്തിട്ട് മുർഷിദ് പൈസ ഉണ്ടാവും പറഞ്ഞു. 50,000 മുർഷിദ് 50,000 രൂപ വന്നു അത് കൊടുത്തു, ആവശ്യമില്ലെടുത്തോളം പറഞ്ഞു. അപ്പോൾ അയാളുടെ പേരെന്താ, അപ്പോൾ 50,000 രൂപ എടുത്ത് ഇയാൾ അന്തം വിട്ടിട്ട് നിൽക്കുക. 50,000 ഒരാൾ വന്നിട്ട് 50,000 രൂപ മുട്ടയടിച്ച് വന്നിട്ട് തരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എത്ര രൂപ നിങ്ങൾ എണ്ണി എടുക്കുമെന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കട്ടെ, നല്ല ആൾക്കാരൊന്നും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വരണ്ടേ. അപ്പോൾ അയാൾ പറഞ്ഞു ഒരൊറ്റ നോട്ട് എടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 30 സെക്കൻഡ് സമയം തരാം, നിങ്ങൾ എണ്ണി എടുത്തോന്ന് പറഞ്ഞു. വീഡിയോ എടുത്തു, ഡ്രോൺ വെച്ച് ഷൂട്ട് ചെയ്തു. 2 കുരങ്ങനെയും ഇതിനൊക്കെ അവിടെ നിർത്തി. ആളുകൾ അങ്ങോട്ട് കൂടി. കോഴിക്കോട് ബീച്ചിൽ ഐഫയുടെ ഈ സാധനം ലോഞ്ച് ചെയ്യാൻ വന്ന പോലത്തെ ഒരു ഫീലാണ്ട് ഉണ്ടാക്കി. അദ്ദേഹം എണ്ണിയെടുത്തത് ഒരു 11,000 രൂപ 12,000 ഇട്ടു. ഞാൻ ഒരു വാക്കോട് പറഞ്ഞു, നാളെ കോഴിക്കോട് മേയറുടെയൊപ്പം ഐഫയുടെ ഉദ്ഘാടനത്തിന് ബ്രാൻഡ് പോലെയുള്ള പല ആളുകൾ വരുന്നുണ്ട്, ആഷിഖ് സംഗീർ പോലത്തെ ആളുകളൊക്കെ വരുന്നുണ്ട്, താങ്കൾ വന്നിട്ട് മേയറെ കൂടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. അയാൾ അദ്ദേഹത്തിൻ്റെ മകള് ഫാമിലി ഒക്കെ വന്നു. അയാൾ ഉദ്ഘാടനങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ കൊടുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും? ഒരു നഷ്ടമില്ല. മേയറെ കൂടെ നിൽക്കണം, മേയർക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ കൂടെ ആരാ നിൽക്കണമെന്നൊന്നും. അതോടെ ഒരു പരിപാടി നടത്തി. പക്ഷെ ആ ജീവിതത്തിൽ അത് മറക്കില്ല. ആ മറക്കാത്തൊരു മൊമെന്റ് കൂടി എനിക്ക് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ട്. ഞാനിത് പറയാൻ വെച്ചതാ. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ ഫൗണ്ടർ സർക്കിളിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മുടെ ഈ ഒരു അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, ഒരു പ്രത്യേകതരം ഭക്ഷണം വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് കേട്ടിട്ടുണ്ടാകുക. നരേന്ദ്രമോദി അത് വേണം തോന്നി. എൻ്റെ സുഹൃത്തെ എനിക്കിത് കഴിക്കാൻ തരുമെന്ന് ചോദിച്ചിട്ട് നരേന്ദ്രമോദി ചോദിച്ചു. അപ്പോൾ ഇയാൾ അത് എടുത്തു കൊടുത്തു.
അങ്ങനെ നരേന്ദ്രമോദി 10 രൂപ എടുത്തിട്ട് ആൾക്ക് കൊടുത്തു, കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട്. ക്യാഷ് കൊടുക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒക്കെ എതിരാണ് ശരിക്കും. സോഷ്യൽ മീഡിയ അതെടുത്ത് ആഘോഷിച്ചു, പ്രത്യേകിച്ച് നോർത്തിലൊക്കെ ഭയങ്കര ആഘോഷമായി. പക്ഷെ നരേന്ദ്രമോദി അതിന് കൗണ്ടർ ചെയ്ത സാധനമാണ്. നേരത്തെ നെഗറ്റീവ് മാർക്കറ്റിങ്ങിന്റെ കാര്യം, നെഗറ്റീവ് മാർക്കറ്റാണിത്. സത്യത്തിൽ ഗൂഗിൾ പേ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ 10 രൂപ അല്ല കൊടുക്കേണ്ടിരുന്നത്. ചിലപ്പോൾ ആ സാധനം മേടിച്ചിട്ട് നരേന്ദ്രമോദിക്ക് ഒരു 5000 രൂപ കൊടുക്കായിരുന്നു, 1 ലക്ഷം രൂപ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ വെറും 10 രൂപ എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പൊ അത് ഭയങ്കര ചർച്ചയായി. മോദി അതിനൊരു മറുപടി പറഞ്ഞു. രാഷ്ട്രീയമൊക്കെ വേറെ, ഞാൻ ആ രാഷ്ട്രീയമോ നിങ്ങൾ ആ രാഷ്ട്രീയമോ എന്നുള്ളതല്ല. മോദി മറുപടി പറഞ്ഞാൽ മോദി തിരിച്ച് ഹിറ്റായി എന്നുള്ളതാണ്. മോദി ഒറ്റ മറുപടി കൊടുത്തുള്ളൂ, ഞാൻ ആ 10 രൂപ കൊടുത്തത് ടച്ച് ആൻഡ് ഫീൽ, ഞാൻ എൻ്റെ ഇമോഷനാണ് ഞാൻ കൊടുത്തത്. അതൊരിക്കലും അദ്ദേഹം ഉപയോഗിക്കില്ല, അത് ഫ്രെയിം ചെയ്ത് വെക്കും. എനിക്ക് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നാണ്. ചെറിയൊരു കടക്കാരന് കൊടുത്തതാണ്. ഒരു നെഗറ്റീവ് മാർക്കറ്റ് ഉണ്ടാക്കി, ഒരു ഹൈപ്പ് ഉണ്ടാക്കി, ജീവിതകാലം മുഴുവൻ അതും കൊണ്ട് നടക്കാനല്ല, പക്ഷെ ആ ഹൈപ്പിനെ വളരെ കൃത്യമായിട്ട് പോസിറ്റീവ് മാർക്കറ്റിംഗ് ആക്കി. എപ്പോഴും നെഗറ്റീവിനാണ് വെയിറ്റേജ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഡാൻസ് അറിയുന്ന 1 ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിലുണ്ട് പ്രൊഫഷണലായിട്ട്. നമ്മൾ ആരെങ്കിലും പേരറിയും, പക്ഷെ നമ്മൾ ഡാൻസ് അറിയാത്ത ഒരാൾ, ഡാൻസ് കളിക്കുന്ന ആള് AJP എന്ന് പറഞ്ഞ ഒരാളെ നമ്മളെല്ലാവരും അറിയും അല്ലേ? നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ ചെറിയ പേരുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അലിൻ ജോസ് പെരേരനെ അറിയാത്തവരാരുമില്ല. അപ്പൊ ഇത് നെഗറ്റീവ് മാർക്കറ്റ് ഭയങ്കര റീച്ചാ, ഭയങ്കര വെയിറ്റേജ് ആണ് കിട്ടുന്നത്.